നമസ്കാരം, സ്വാഗതം നിലപാടിലേക്ക്. സമാധാനത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും സന്ദേശം പകർന്ന് ഒരു ക്രിസ്മസ് കാലം കൂടി കടന്നു പോകുമ്പോൾ രാജ്യത്തെ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്ക് സമാധാനത്തിൻ്റെ പങ്കുപറ്റാൻ കഴിയുന്നുണ്ടോ? മതേതര ജനാധിപത്യ രാജ്യമായ നമുക്ക് ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ ഉറപ്പിക്കാൻ കഴിയുന്നുണ്ടോ? രാജ്യത്തെമ്പാടും വിശ്വാസത്തിൻ്റെ പേരിൽ ക്രിസ്ത്യാനികൾ വേട്ടയാടപ്പെടുന്ന ഈ കാലത്ത് കപട സൗഹൃദങ്ങളുടെ തുരങ്കങ്ങളിലേക്ക് അവരെ തള്ളിയിടാൻ ശത്രു സംഘങ്ങൾ തന്നെ പണിയെടുക്കുന്ന ഈ കാലത്ത് ഈ ക്രിസ്മസ് എത്ര പ്രധാനമാണ്? അതിജീവന അവകാശത്തിന് മേലെ കൊടുവാളുയർത്തി നിൽക്കുന്ന വിഷജീവികളെ തിരിച്ചറിയുന്നതിൽ, ഇത്തരം ഭീഷണികളെക്കുറിച്ച് ഉറക്കെ സംസാരിക്കുന്നതിൽ ഇടയപ്രധാനികൾ ഒരേ ശബ്ദമുള്ളവരാണ്. ഉത്തരേന്ത്യയും കടന്ന് ഇങ്ങ് കേരളത്തിൽ പോലും ക്രിസ്ത്യൻ വിശ്വാസത്തെയും പ്രതീകങ്ങളെയും ആക്രമിക്കാൻ വിദ്വേഷ രാഷ്ട്രീയക്കാർ മടി കാട്ടാതായിരിക്കുന്നു. അതിനെ തള്ളിപ്പറയാതെ, അക്രമി സംഘങ്ങളുടെ വഴി തടയാതെ വർഷാവർഷം ക്രിസ്മസ് കേക്കിൻ്റെ പങ്കുപറ്റി സ്നേഹിക്കാൻ വരുന്ന ഹിന്ദുത്വ നേതൃത്വത്തെ ശരിയായി തിരിച്ചറിയാൻ മടിക്കുന്നുണ്ടോ ഇരകളുടെ ഇടയന്മാർ? സംഘപരിവാരത്തിൻ്റെ ക്രിസ്ത്യൻ വോട്ട് പദ്ധതിക്കൊപ്പിച്ച് താളം തുള്ളുന്ന പിതാക്കന്മാരെ കണ്ടു ഞെട്ടുന്നത് വിശ്വാസികളും മതനിരപേക്ഷ ലോകവും ഒന്നാകെയാണ്. ഇപ്പോൾ ഈ ഭീഷണിക്കെതിരെ തുറന്ന നിലപാട് സ്വീകരിക്കാതെ ക്ഷണിക നേട്ടങ്ങൾക്കായി വിധേയപ്പെടാൻ ആരൊക്കെ തുനിയുന്നുവോ അവരെല്ലാം ഭാവിയിൽ കനത്ത വില കൊടുക്കേണ്ടി വരുമെന്നത് തീർച്ച. സംഘപരിവാരത്തിൻ്റെ വിശുദ്ധ പുസ്തകമായ വിചാരധാര സ്വപ്നം കണ്ടതെന്താണോ അവയെല്ലാം ഒന്നൊന്നായി പുലർന്നു കാണുന്ന കാലമാണ് ഇന്ത്യയിലേത്. മുസ്ലിങ്ങൾ കഴിഞ്ഞാൽ അടുത്ത ശത്രുക്കൾ ക്രിസ്ത്യാനികളാണെന്നാണ് ആ പുസ്തകം ഹിന്ദുത്വരെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. വർഷങ്ങളോളം ആ വിദ്വേഷ വിഷം കുടിച്ചു മത്തുപിടിച്ച മനുഷ്യർ ഈ മോദിക്കാലത്ത് ആക്രോശവുമായി തെരുവുകൾ കീഴടക്കുന്നു. മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും രാജ്യശത്രുക്കളായി പ്രഖ്യാപിച്ച് അതിക്രമങ്ങൾ അഴിച്ചുവിടുന്നു. ക്രിസ്മസ് ദിനത്തിൽ പള്ളി സന്ദർശിക്കുന്ന, മതസൗഹാർദ്ദത്തിൻ്റെ ചിത്രം പ്രചരിപ്പിക്കുന്ന ഭരണ നേതാക്കൾ സത്യത്തിൽ സൗഹാർദ്ദ ജീവിതത്തിന് വേണ്ടി എന്തു ചെയ്യുന്നു എന്ന് നാം ആഴത്തിൽ പരിശോധിക്കേണ്ട കാര്യമാണ്. 2014 നരേന്ദ്രമോദി അധികാരമേറ്റ കാലം മുതൽ ഇങ്ങോട്ടുള്ള കണക്കുകൾ പരിശോധിച്ചാൽ രാജ്യത്തെ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ വൻതോതിൽ കൂടുകയാണ്. അവരുടെ പള്ളികൾ ആക്രമിക്കുന്നു, ഞായറാഴ്ച കുർബാനകൾ അലങ്കോലമാക്കുന്നു, മേരി മാതയുടെ പ്രതിമ തകർക്കുന്നു, കുരിശുകളിൽ കാവിക്കൊടി കെട്ടുന്നു. എല്ലാം കഴിഞ്ഞ് മതപരിവർത്തനം ആരോപിച്ച് അവരെ ജയിലുകളിൽ അടയ്ക്കുന്നു. BJP ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിൽ ഇതിനകം നടപ്പിലാക്കി കഴിഞ്ഞ മതപരിവർത്തന നിരോധന നിയമം പോലും ക്രിസ്ത്യൻ മതന്യൂനപക്ഷത്തെ വേട്ടയാടാനുള്ള രാഷ്ട്രീയ പദ്ധതിയുടെ ഭാഗമാണ്. മോദി അധികാരമേറ്റ വർഷമായ 2014 രാജ്യത്ത് ക്രൈസ്തവർക്കെതിരായ ആക്രമണങ്ങളുടെ രേഖപ്പെടുത്തിയ കണക്ക് 137 ഈ വർഷം നവംബർ വരെ അത് 734. മണിപ്പൂരിൽ ക്രൈസ്തവർക്കെതിരെ നടന്ന ആക്രമണങ്ങളുടെ, ആരാധനാലയ ധ്വംസനങ്ങളുടെ കണക്ക് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നത് പ്രത്യേകം കാണണം. ന്യൂഡൽഹി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഓരോ വർഷവും ക്രിസ്ത്യാനികൾക്കെതിരായ ആക്രമണത്തിൻ്റെ വ്യാപ്തിയും സ്വഭാവവും മാറിക്കൊണ്ടിരിക്കുന്നു, വലുതായിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. അവരുടെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ ലഭിച്ച വിവരങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള കണക്കാണ് ഇപ്പോൾ പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നത്. പുറത്തറിയാത്തതും റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതും പോലീസ് കേസെടുക്കാത്തതുമായ സംഭവങ്ങൾ ഇനിയും ഉണ്ടാകും എന്നതിനാൽ ശരിയായ കണക്കിൻ്റെ വ്യാപ്തി ഇതിലും വലുതായിരിക്കുമെന്ന് UCF തന്നെ പറയുന്നു. വിശ്വാസികൾക്ക് നേരെ നടക്കുന്ന ശാരീരിക ആക്രമണങ്ങൾ, കൊലപാതകങ്ങൾ, ലൈംഗിക അതിക്രമങ്ങൾ, ആരാധനാലയങ്ങൾക്കെതിരായ ഭീഷണികൾ, പ്രാർത്ഥന തടയൽ, ആരാധനാ കേന്ദ്രങ്ങൾ തകർക്കൽ, ഒപ്പം സാമൂഹിക ബഹിഷ്കരണം തുടങ്ങിയ സംഭവങ്ങളെ മുൻനിർത്തിയാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. നവംബർ വരെയുള്ള റിപ്പോർട്ടിൽ കേരളത്തിൽ നിന്ന് ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 2016 226 കേസുകളും 2017 248 പെരുകി 2022 അത് 601 ഈ വർഷം 800 എത്തുകയാണ്. ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും കർണാടകയിലുമെല്ലാം ക്രിസ്ത്യൻ മതന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ ട്രെൻഡായി മാറുന്നുവെന്ന് വിവിധ റിപ്പോർട്ടുകൾ പറയുന്നു. ഛത്തീസ്ഗഡിൽ പള്ളിക്ക് നേരെയുള്ള ആക്രമണങ്ങളും ആക്രമണ ആഹ്വാനങ്ങളും വിദ്വേഷ മുദ്രാവാക്യങ്ങളുമെല്ലാം ഏറിയതായും അതിൻ്റെ എല്ലാം മുന്നിൽ പലപ്പോഴും BJP നേതാക്കൾ തന്നെയും പ്രത്യക്ഷപ്പെടുന്നതായും ക്രിസ്ത്യൻ സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഛത്തീസ്ഗഡിലെ സുക്മ ജില്ലയിലെ 8 ഗ്രാമങ്ങളിൽ
ക്രൈസ്തവർക്ക് ഭ്രഷ്ട് കൽപ്പിക്കാൻ തീരുമാനമെടുത്തത് വില്ലേജ് കൗൺസിലറുടെ നേതൃത്വത്തിലായിരുന്നു. ഈ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ക്രിസ്ത്യാനികൾ വിശ്വാസം ഉപേക്ഷിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചാലേ അവിടെ അവരെ തുടരാൻ അനുവദിക്കൂ എന്നതായിരുന്നു തീരുമാനം. അല്ലാത്തപക്ഷം അവർ ഗ്രാമം വിട്ട് പൊയ്ക്കൊള്ളണം. തീരുമാനം അംഗീകരിക്കാൻ മടിച്ചാൽ ക്രിസ്ത്യാനികളുടെ വസ്തുവകകൾ കൊള്ളയടിക്കുമെന്നായിരുന്നു മുന്നറിയിപ്പ്. തുലോം തുച്ഛം ക്രൈസ്തവർ മാത്രമുള്ള ഈ ഗ്രാമങ്ങളിലെ ഹിന്ദുത്വ ഭീഷണി വലിയ ഭീകരാന്തരീക്ഷമാണ് അവിടെ ഉണ്ടാക്കിയത്. ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ഈ അടുത്ത് പള്ളികൾക്കെതിരെ വ്യാപകമായി ആക്രമണമുണ്ടായതായി ഇന്ത്യൻ കാത്തലിക് പ്രസ് അസോസിയേഷൻ വ്യക്തമാക്കുന്നു. പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ക്രിസ്ത്യൻ മതന്യൂനപക്ഷങ്ങൾക്കെതിരായി നടക്കുന്ന അതിക്രമങ്ങളിൽ പോലീസ് അടക്കമുള്ള സംവിധാനങ്ങൾ അക്രമികൾക്കൊപ്പമാണ് നിലകൊള്ളുന്നത്. അക്രമത്തിന് ഇരയാകുന്ന ആളുകളെ പിന്നീട് മതപരിവർത്തന നിരോധന നിയമത്തിൽ കുടുക്കി ജയിലിലടയ്ക്കാൻ പോലീസ് ഒത്താശ ചെയ്യുന്നു എന്നാണ് കണ്ടെത്തൽ. പലയിടത്തും അക്രമികൾക്കെതിരെ കേസെടുക്കുന്നില്ല. ഭീഷണി നേരിടുന്ന സ്ഥലങ്ങളിൽ ആരാധനകൾക്ക് സംരക്ഷണം നൽകാൻ പോലീസ് കൂട്ടാക്കുന്നില്ലെന്നും പരാതിയുണ്ട്. സംഘടിത ആക്രമണങ്ങളിൽ നടപടി ആവശ്യപ്പെടുന്ന ഹർജിയിൽ സുപ്രീം കോടതി 2022 പ്രാഥമിക വാദം കേട്ടുവെങ്കിലും പിന്നീട് തുടർ നടപടികൾ ഉണ്ടായില്ല. മണിപ്പൂരിലെ കലാപത്തിൽ ക്രിസ്ത്യാനികൾ ആസൂത്രിതമായി ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അവരുടെ 200-ലധികം പള്ളികൾ പൂർണ്ണമായോ ഭാഗികമായോ തകർക്കപ്പെട്ടു. മുന്നേ തയ്യാറാക്കിയ പദ്ധതി പോലെ ഞങ്ങളുടെ പള്ളികൾ ആക്രമിക്കപ്പെട്ടു എന്നാണ് ഇംഫാൽ ബിഷപ്പ് പറഞ്ഞത്. പക്ഷെ അവിടെയും ഇരകൾക്ക് സംരക്ഷണമൊരുക്കാനോ ഭരണഘടനാപരമായ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനോ ഭരണകൂടം തയ്യാറാകുന്നില്ല. ഹിന്ദുത്വ രാഷ്ട്രീയത്തോട് സന്ധി ചെയ്ത് അതിജീവനം സാധ്യമാക്കാമെന്ന് വിചാരിക്കുന്ന ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരെ ഇരുത്തി ചിന്തിപ്പിക്കണം മണിപ്പൂരും ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള രാജ്യവ്യാപകമായ ആക്രമണങ്ങളുടെ കണക്കും. ക്രിസ്ത്യൻ മതവിശ്വാസിയായിപ്പോയി എന്ന ഒറ്റക്കാരണത്താൽ ആക്രമിക്കപ്പെടുകയാണ് മനുഷ്യർ. അവരുടെ ആരാധനാ കേന്ദ്രങ്ങൾ അഗ്നിക്ക് ഇരയാക്കപ്പെടുകയാണ്. അഭയാർത്ഥികളെന്നും അന്യമതസ്ഥരെന്നും വിദേശികളെന്നും മതപരിവർത്തന പദ്ധതിക്കാരെന്നും മുദ്രകുത്തി വെറുപ്പും വിദ്വേഷവും ആളിക്കത്തിക്കുകയാണ് ഹിന്ദുത്വവാദികൾ. RSSൻ്റെ മുഖവാരികയായ ഓർഗനൈസർ പറഞ്ഞത് മണിപ്പൂരിലെ ആക്രമണങ്ങൾക്കെല്ലാം പിന്നിൽ ക്രൈസ്തവരാണെന്നാണ്. മണിപ്പൂരിലെ ക്രൈസ്തവ വേട്ടയിൽ ദുഃഖവും നടുക്കവും രേഖപ്പെടുത്തിയ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞത് സംസ്ഥാനത്ത് പോലീസ് ഇടപെടൽ വൈകിയതാണ് വലിയ ക്രൈസ്തവ വേട്ടയ്ക്ക് കാരണമായത് എന്നാണ്. കഴിഞ്ഞ ഈസ്റ്റർ ദിനത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ സേക്രഡ് ഹാർട്ട് കത്തീഡ്രലിൽ സന്ദർശനം നടത്തിയത്. ഏപ്രിൽ അവസാന വാരം കേരളത്തിലെത്തിയപ്പോൾ ക്രൈസ്തവ സഭാ നേതാക്കളുമായി മോദി ചർച്ചയും നടത്തി. അന്ന് അവർ പ്രധാനമന്ത്രിയോട് പ്രധാനമായും ഉന്നയിച്ച ആവശ്യങ്ങളിലൊന്ന് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന അക്രമങ്ങൾ തടയണമെന്നായിരുന്നു. ദലിത് ക്രൈസ്തവർക്കുള്ള സംവരണാനുകൂല്യം നിഷേധിക്കരുത് എന്നും മത നേതാക്കൾ മോദിയോട് ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകൾ വന്നു. അതുകഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഛത്തീസ്ഗഡിലെ അമലേശ്വർ ഗ്രാമത്തിൽ ക്രൈസ്തവ പ്രാർത്ഥനായോഗം 100ഓളം ബജ്രംഗ് ദൾ പ്രവർത്തകർ ആക്രമിച്ചത്. മതപരിവർത്തനം നടത്തുന്നുവെന്നാരോപിച്ചായിരുന്നു ആക്രമണം. പോലീസ് കേസെടുത്തത് അക്രമികൾക്കെതിരെ ആയിരുന്നില്ല, മറിച്ച് വിശ്വാസികൾക്കെതിരെയായിരുന്നു. നോക്കൂ, മതവിഭജനം ലക്ഷ്യമാക്കി നീങ്ങുന്നവരുമായി സന്ധികൾക്ക് സാധ്യതയില്ലെന്ന്, ജനാധിപത്യ മതനിരപേക്ഷ മൂല്യങ്ങൾ ഉയർത്തിയുള്ള ചെറുക്കലാണ് ഏക വഴിയെന്ന് തിരിച്ചറിയാൻ അരമന വാഴും തിരുമേനിമാർക്ക് കഴിയണം. ഭരണ നേതാക്കളുമായി കൂടിക്കാഴ്ചയ്ക്ക് അവസരം കിട്ടുമ്പോൾ അവർ ആദ്യം ഉന്നയിക്കേണ്ടത് ജീവിക്കാനും ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കാനുമുള്ള അവകാശം നിഷേധിക്കപ്പെടുന്ന പ്രശ്നത്തെക്കുറിച്ചായിരിക്കണം. അതല്ലാതെ മറ്റെന്ത് അതിപ്രധാന സംഗതിയാണ് അവർക്ക് ഈ ഭരണകൂടത്തോട് ഉന്നയിക്കാനുള്ളത്? കഴിഞ്ഞ നവംബർ വരെ 700-ലധികം ആക്രമണങ്ങളാണ് ക്രിസ്ത്യാനികൾക്കെതിരെ രാജ്യത്തുണ്ടായതെങ്കിൽ ഡിസംബറിലെ ക്രിസ്മസ് കാലത്ത് രാജ്യത്താകമാനം വലിയ ആക്രമണങ്ങൾ ക്രിസ്ത്യാനികൾക്കെതിരെ ഉണ്ടായി. കേരളത്തിൽ പോലും പലയിടത്തും ക്രിസ്ത്യൻ ആഘോഷങ്ങൾ ആക്രമിക്കപ്പെട്ടു. ഇതേക്കുറിച്ച് ആദരണീയ പിതാക്കന്മാർ ഒരുമിച്ച് ശബ്ദിക്കാത്തത് എന്തുകൊണ്ടായിരിക്കും? ഒരു വശത്ത് വല്ലാത്ത ക്രൈസ്തവ സ്നേഹം അഭിനയിച്ചുകൊണ്ട് ക്രൈസ്തവ ഭവനങ്ങളിലേക്ക് കേക്കുമായി കടന്നു പോവുകയും മറുവശത്ത് ക്രൈസ്തവരെ ആക്രമിക്കാനും അവരുടെ വിശ്വാസങ്ങളെ ആക്ഷേപിക്കാനും അധിക്ഷേപിക്കാനും ആക്രമിക്കാനുള്ള സംഘപരിവാറിന്റെ ശ്രമം, ഇത് കേരളത്തിൽ നിലനിൽക്കുന്ന സാമുദായിക സൗഹാർദ്ദം തകർക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ്. ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തിനെ പോലെയുള്ള പുരോഹിത ശ്രേഷ്ഠർ പാലക്കാട്ടെ അക്രമത്തെക്കുറിച്ച് കേട്ടിട്ടേയില്ല എന്ന് മാധ്യമങ്ങളോട് പറയുന്നത് എന്തുമാത്രം വലിയ സമുദായ വഞ്ചനയാണ്. അത് അറിയില്ല എന്താണെന്ന്. തങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ അത് ലോകത്തോട് വിളിച്ചു പറയുക എന്ന പ്രാഥമിക ബാധ്യത എന്തുകൊണ്ടാണ് പിതാക്കന്മാർ നിർവഹിക്കാത്തത്? ഭരണഘടനാപരമായ അവകാശങ്ങൾ ഞങ്ങൾക്ക് നിഷേധിക്കപ്പെടുന്നു എന്നതിൽ
ഭരണകൂടത്തിന് ഉത്തരവാദിത്തം ഉണ്ട് എന്നത് തുറന്നു പറയാൻ തയ്യാറാവുക, അത് പ്രധാനം. അല്ലാതെ സ്വയം വഞ്ചിക്കുന്ന നിലപാടെടുത്താൽ ഭാവിയിലുണ്ടാകുന്ന വലിയ വിപത്തുകളിൽ പ്രതിരോധം ദുർബലമായി പോകുമെന്ന് അവർ തിരിച്ചറിയണം. രാജ്യത്തെ ക്രിസ്ത്യാനികൾ നേരിടുന്ന അതിജീവന പ്രതിസന്ധിയെക്കുറിച്ച് ഒരക്ഷരമിണ്ടാതെ, അവർക്കെതിരായ അതിക്രമങ്ങൾ അവസാനിപ്പിക്കാൻ ഒരു നടപടിയും എടുക്കാതെ ക്രിസ്മസ് കേക്കിൻ്റെ പങ്കുപറ്റാൻ വർഷാവർഷം എത്തുന്ന വ്യാജരൂപികളെ നമ്മുടെ പൊതുസമൂഹവും തിരിച്ചറിയേണ്ടതുണ്ട്. ഒഡീഷയിലെ ബാരിപ്പാടയിൽ കുഷ്ഠരോഗികളെ പരിചരിക്കുന്ന ക്രിസ്ത്യൻ മിഷണറിയായി നീണ്ട 3.5 പതിറ്റാണ്ട് ചെലവഴിച്ച ഗ്രഹാം സ്റ്റെയിൻസിനെ ഒരു കൂട്ടം വലതുപക്ഷ തീവ്രവാദികൾ ജീവനോടെ ചുട്ടുകൊന്നിട്ട് ഈ വർഷം 1/4 നൂറ്റാണ്ട് പിന്നിടുകയാണ്. 1/4 നൂറ്റാണ്ടിന് ശേഷവും ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിനെതിരായ വെറിക്ക് ഈ ഇന്ത്യയിൽ എന്തെങ്കിലും മാറ്റമുണ്ടായിട്ടുണ്ടോ? ഇല്ല. ഓരോ ദിവസവും എന്നോണം ക്രിസ്ത്യൻ മിഷണറിമാരും ക്രിസ്ത്യാനികളും അവരുടെ സ്ഥാപനങ്ങളുമെല്ലാം ആക്രമിക്കപ്പെടുന്നു ഇന്ത്യയിൽ. മതം മാറ്റ നിരോധന നിയമത്തിൻ്റെ മറവിൽ അവരുടെ മതപ്രബോധന സ്വാതന്ത്ര്യം പോലും വെല്ലുവിളിക്കപ്പെടുന്നു, ഹനിക്കപ്പെടുന്നു. ഫാദർ സ്റ്റാനിസ്വാമിയെ പോലെയുള്ള പുരോഹിതർ ജയിലിൽ കിടന്ന് നരകിച്ചു മരിക്കുന്നു. എല്ലാ മതങ്ങൾക്കും തുല്യാവകാശം എഴുതി വച്ചിരിക്കുന്ന ഭരണഘടനയുള്ള ഒരു നാട്ടിൽ ഒരു കൂട്ടം മനുഷ്യർ ഇങ്ങനെ ദയയില്ലാതെ വേട്ടയാടപ്പെടുന്നു. യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം ഏർപ്പാടാക്കിയ ടോൾ ഫ്രീ നമ്പറിലേക്ക് വരുന്ന പരാതികളുടെ കണക്കെടുക്കുമ്പോൾ അക്രമം ഓരോ ദിവസവും എന്നോണം പെരുകുന്നു എന്നവർ പറയുകയാണ്. ഒരു മാസം മാത്രം 80-നും 90-നും ഇടയ്ക്ക് വരെ അക്രമങ്ങൾ പല രൂപത്തിൽ അരങ്ങേറുന്നു. ക്രിസ്തുവിൻ്റെ ജന്മദിനമായ ക്രിസ്മസ് ആഘോഷിക്കരുത് എന്ന ഭീഷണിപ്പെടുത്തിയ സംഭവം 107 കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ടുവെന്നാണ് സംഘടന പറയുന്നത്. ഇത്തവണയും സമാനമായ സംഭവങ്ങൾ ഉണ്ടായി. ഭീഷണികൾ മാത്രമല്ല, പരസ്യമായ അക്രമങ്ങളും കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇത്തവണ ഉണ്ടായി. ഇന്ത്യയിലുടനീളം റിപ്പോർട്ട് ചെയ്യപ്പെട്ട മിക്കവാറും എല്ലാ സംഭവങ്ങളിലും മത തീവ്രവാദികളുടെ നേതൃത്വത്തിലുള്ള ജനക്കൂട്ടം ഒരു പ്രാർത്ഥനാ സമ്മേളനത്തിലേക്ക് ഇരച്ചുകയറുകയോ അല്ലെങ്കിൽ നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് വ്യക്തികളെ വളയുകയോ ആക്രമിക്കുകയോ ചെയ്യുകയാണ്. നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് തടഞ്ഞു വെക്കുന്നവരെ പോലീസിന് കൈമാറുന്നതിന് മുൻപ് നിയമം കയ്യിലെടുത്ത് കൊല്ലാക്കൊല ചെയ്യുന്നതും മത തീവ്രവാദ സംഘടനകളുടെ ശീലമാണ്. രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഏതാണ്ട് എല്ലാ കേസുകളിലും ഇത്തരം അക്രമങ്ങൾ കാണാം. നിയമത്തിന് കൈമാറിക്കഴിഞ്ഞാലും പോലീസ് സ്റ്റേഷനുകൾക്ക് പുറത്ത് വർഗീയ മുദ്രാവാക്യം വിളിക്കുന്നു. അവിടെ പോലീസ് നിശബ്ദ കാഴ്ചക്കാരായി നിൽക്കുന്നു. ക്രിസ്ത്യാനികൾക്കെതിരായ അതിക്രമങ്ങൾ പരിശോധിക്കുന്ന ക്രിസ്ത്യൻ സംഘടനയായ UCFൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ നടക്കുന്ന അക്രമങ്ങളിൽ ഭൂരിപക്ഷവും ഉത്തർപ്രദേശിലാണ്. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ അമേരിക്കൻ ക്രിസ്ത്യൻ ഓർഗനൈസേഷൻ ഓഫ് നോർത്ത് അമേരിക്ക എന്ന സംഘടന 2022 രാജ്യത്ത് ക്രിസ്ത്യാനികൾക്കെതിരെ നടന്ന 1198 അക്രമങ്ങളെ സംബന്ധിച്ച ഒരു ആധികാരിക രേഖ പുറത്തിറക്കിയിട്ടുണ്ട്. ഹിന്ദുത്വ ദേശീയ സംഘങ്ങൾ ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾക്കെതിരായ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നത് ഹിന്ദുക്കൾ മാത്രമുള്ള ഒരു രാഷ്ട്രം സൃഷ്ടിക്കുന്നതിനുള്ള ഒരു വലിയ രൂപകൽപ്പനയുടെ ഭാഗമായിട്ടാണെന്ന് അവർ പറയുന്നു. ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥനാ യോഗങ്ങളിൽ അക്രമാസക്തമായ രംഗം സൃഷ്ടിക്കുന്നത് മുതൽ ഭീഷണിപ്പെടുത്തൽ വരെ പല രൂപത്തിലാണ് അക്രമങ്ങൾ പെരുകുന്നത്. ക്രിസ്ത്യാനികൾക്ക് റേഷനും ശ്മശാന സ്ഥലവും നിഷേധിക്കപ്പെട്ട സംഭവങ്ങൾ, ഞായറാഴ്ചകളിൽ പ്രാർത്ഥനായോഗത്തിനിടെ പള്ളികൾ ആക്രമിക്കപ്പെട്ട സംഭവങ്ങൾ, ഛത്തീസ്ഗഡിലെ ആദിവാസി ക്രിസ്ത്യാനികൾക്ക് നൽകിയ ഖർവാപ്പസി അന്ത്യശാസനം പോലെയുള്ളവ ക്രിസ്ത്യൻ സംഘടനകൾ എടുത്തുകാട്ടുന്നുണ്ട്. ഉത്തർപ്രദേശിലെ കണക്ക് സവിശേഷമായി പറഞ്ഞുവെങ്കിലും കർണാടകയും ഇപ്പോൾ എടുത്തു പറയേണ്ട സംസ്ഥാനമാണ്. ഉത്തർപ്രദേശിൽ 0.18% മാത്രമാണ് ക്രിസ്ത്യൻ ജനസംഖ്യയെങ്കിൽ കർണാടകയിൽ അത് 1.87 മൈക്രോസ്കോപ്പിക് മൈനോറിറ്റിയായ സമുദായമാണ് രണ്ടിടത്തും ഈ വിധം വലിയ ആക്രമണങ്ങൾക്ക് വിധേയരാകുന്നത്. കർണാടകയിലെ കഴിഞ്ഞ BJP സർക്കാർ മതപരിവർത്തന നിരോധന ബിൽ പ്രഖ്യാപിച്ചതോടെ അതിക്രൂരമായ അതിക്രമങ്ങൾ ക്രിസ്ത്യാനികൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. RSS, ബജ്രംഗ് ദൾ, ബഞ്ചാര നിഗമ, ഹിന്ദു ജാഗരൺ വേദികെ, ശ്രീരാമസേന തുടങ്ങിയ സംഘങ്ങളാണ് നിരന്തരം ക്രിസ്ത്യൻ സമുദായത്തെ ഭീഷണിപ്പെടുത്തിയത് എന്ന് ക്രിസ്ത്യൻ അവകാശ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു. ഗ്രാമീണ അർദ്ധഗ്രാമീണ കർണാടകയിലെ ക്രിസ്ത്യൻ സമൂഹം ദരിദ്ര പശ്ചാത്തലത്തിൽ നിന്നുള്ളവരും കൂടുതലും ദലിത് വിഭാഗങ്ങളിൽ നിന്നുള്ളവരുമാണ്. ഞായറാഴ്ച രാവിലെ നടക്കുന്ന പ്രാർത്ഥനാ യോഗങ്ങൾ പിന്തുണയും സ്വാതന്ത്ര്യബോധവും നൽകുന്ന പ്രധാന ഇടങ്ങളാണ്. ഈ ഇടങ്ങൾ വിശ്വാസിയുടെ പ്രതീക്ഷാബോധം ഉണർത്തുന്നവയും മതപരമായ ആവിഷ്കാര നിർവൃതിയുടെ കേന്ദ്രവുമാണ്. ഈ പ്രാർത്ഥനാ യോഗങ്ങൾ അടച്ചുപൂട്ടാൻ ഹിന്ദുത്വ ഗ്രൂപ്പുകൾ പാസ്റ്റർമാരെ ഭീഷണിപ്പെടുത്തുമ്പോൾ അത് അവരുടെ മതസ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നുകയറ്റം മാത്രമല്ല, അവരുടെ മാനസിക ക്ഷേമത്തിനും അന്തസ്സിനും തുല്യാവകാശത്തിനും മേലെയുള്ള കത്തിവയ്പ്പാണ്. ക്രിസ്ത്യാനികൾക്കെതിരായ അക്രമങ്ങളെല്ലാം അരങ്ങേറുന്നത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് എന്ന് കരുതരുത്. ക്രിസ്ത്യൻ ന്യൂനപക്ഷം ഏറ്റവും അധികം ടാർഗറ്റ് ചെയ്യപ്പെടുന്ന സംസ്ഥാനങ്ങളിലൊന്ന് കഴിഞ്ഞ വർഷം വരെ കോൺഗ്രസ് ഭരിച്ച ഛത്തീസ്ഗഡിലാണ്. കഴിഞ്ഞ വർഷം അവസാനം പുറത്തുവന്ന കണക്ക് പ്രകാരം ക്രിസ്ത്യാനികളെ ലക്ഷ്യമിട്ട് 1000 അക്രമ സംഭവങ്ങളെങ്കിലും കോൺഗ്രസ് ഭരണകാലത്ത് ഛത്തീസ്ഗഡിൽ ഉണ്ടായിട്ടുണ്ട്.
പക്ഷേ ഹിന്ദുത്വ ഗ്രൂപ്പുകൾ തുടരുന്ന ഈ വെറുപ്പിൻ്റെ അഴിഞ്ഞാട്ടത്തെ പിടിച്ചുകെട്ടാൻ അവിടുത്തെ കോൺഗ്രസ് സർക്കാർ കാര്യമായി ഒന്നും ചെയ്തില്ല. BJP ആദ്യമായി അധികാരത്തിൽ വന്ന 1998 മുതലാണ് ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള സംഘടിതാക്രമണത്തിന് തുടക്കമെന്ന് വിവിധ പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 1998-ൽ ഗുജറാത്തിലുണ്ടാക്കിയ കലാപത്തിൽ ആയിരക്കണക്കിന് ആളുകൾ അക്രമത്തിന് ഇരയായി. നിരവധി പള്ളികൾ അഗ്നിക്കിരയാക്കപ്പെട്ടു. നൂറുകണക്കിന് ആളുകളാണ് തെക്കുകിഴക്കൻ ഗുജറാത്തിൽ നിന്ന് അന്ന് പലായനം ചെയ്തത്. 2007-ലും 2008-ലും ഒഡീഷയിലെ കന്തമാലിലുണ്ടാക്കിയ ആക്രമണങ്ങളെക്കുറിച്ച് മുൻപ് പറഞ്ഞു. അതേ വർഷം തന്നെ കർണാടകയിലെ ക്രിസ്ത്യൻ പള്ളികൾക്കും പ്രാർത്ഥനാ ഹാളുകൾക്കും നേരെ ഹിന്ദു സംഘടനയായ ബജ്രംഗ് ദൾ ആക്രമണത്തിൻ്റെ മറ്റൊരു തരംഗം തന്നെ സൃഷ്ടിച്ചു. അക്രമം, ഭീഷണി, ലൈംഗിക അതിക്രമങ്ങൾ, സാമ്പത്തികവും സാമൂഹികവുമായ ബഹിഷ്കരണം എന്നിവയ്ക്കെതിരെ പോലീസ് സാധാരണയായി കണ്ണടയ്ക്കുന്നുവെന്നാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകളുടെ ആരോപണം. ചില ഞായറാഴ്ചകളിൽ മുൻകൂട്ടി ഭീഷണിപ്പെടുത്തിയ ശേഷം രാവിലെ പ്രാർത്ഥനായോഗങ്ങളിൽ വലിയ ജനക്കൂട്ടം കടന്നുകയറി അക്രമം സൃഷ്ടിക്കുന്നു. ഭയന്ന് ഞായറാഴ്ചത്തെ പ്രാർത്ഥനാ ഒത്തുചേരലുകൾ ഒഴിവാക്കാൻ പോലും പലയിടത്തും വിശ്വാസികൾ നിർബന്ധിതരാകുന്നു. ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പ് ഓഫ് ഇന്ത്യയുടെ കണക്കനുസരിച്ച് 2014 മുതൽ ക്രിസ്ത്യൻ വിരുദ്ധ വിദ്വേഷ കുറ്റകൃത്യങ്ങൾ ഇരട്ടിയാവുകയാണ്. കാത്തലിക് സെക്കുലർ ഫോറം പുറത്തിറക്കിയ സമാനമായ റിപ്പോർട്ട് പ്രകാരം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഇന്ത്യൻ ക്രിസ്ത്യാനികൾക്ക് ഏറ്റവും മോശപ്പെട്ട വർഷമാണ് 2015. എന്നുവെച്ചാൽ മോദി അധികാരമേറ്റതിൻ്റെ ആവേശം കൊടിയേറിയ വർഷം. പതിറ്റാണ്ടുകളായി ക്രിസ്ത്യാനികൾ നേരിടുന്ന മതപരമായ പീഡന കേസുകളുടെ സ്ഥിതിവിവര കണക്കുകൾ ഫോറം സമാഹരിക്കുന്നുണ്ട്. അവരുടെ ഡേറ്റ കാണിക്കുന്നത് 2015-ൽ ക്രിസ്ത്യാനികൾക്ക് അവരുടെ വിശ്വാസം പ്രചരിപ്പിക്കുന്നതിനിടെ കുറഞ്ഞത് 365 ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നു എന്നാണ്. 2020-ലെ കണക്കനുസരിച്ച് ചൈന, ഉത്തര കൊറിയ, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾക്കൊപ്പം ന്യൂനപക്ഷ പീഡനത്തിൽ US കമ്മീഷൻ ഓൺ ഇൻ്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം ഇന്ത്യയെ ടയർ 1 ആയി ഉയർത്തി. ഫലത്തിൽ ഒരു മതസമൂഹമെന്ന നിലയിൽ പ്രാർത്ഥിക്കുന്നതിന്, അവകാശബോധത്തോടെ ജീവിക്കുന്നതിന് ഹിന്ദുത്വ ഗ്രൂപ്പുകളുടെ ഭീഷണി ക്രിസ്ത്യാനികൾക്ക് വിഘാതമാവുകയാണ് ഇന്ത്യയിൽ. മതം പ്രചരിപ്പിക്കാനുള്ള അവകാശം എന്ന് പറയുമ്പോൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന മതപരിവർത്തന നിരോധന നിയമം യഥാർത്ഥത്തിൽ സ്വതന്ത്രമായി മതം പറയുന്നതിനും ആചരിക്കുന്നതിനുമുള്ള അവകാശത്തിന്മേൽ കൂടിയാണ് കത്തിവെക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശത്തിൻ്റെ നേരിട്ടുള്ള കടന്നുകയറ്റമാണിത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 ഏതു മതവും സ്വതന്ത്രമായി വിശ്വസിക്കാനും ആചരിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. ഭരണഘടനാപരമായ അവകാശം നിർബന്ധിത മതപരിവർത്തനത്തിനുള്ള അനുമതിയല്ല. വശീകരണത്തിലൂടെയോ ബലപ്രയോഗത്തിലൂടെയോ മതപരിവർത്തനം ചെയ്യുന്നവരെ ശിക്ഷിക്കാൻ ഇന്ത്യയിൽ മതിയായ നിയമങ്ങളുണ്ട് എന്നിരിക്കെ മതപരിവർത്തന നിരോധന നിയമം എന്ന പേരിൽ BJP സർക്കാരുകൾ നിയമമുണ്ടാക്കിയതിന് പിന്നിൽ സവിശേഷമായ ലക്ഷ്യമുണ്ട്. മതവും മതപരിവർത്തനവും കെട്ടുപോകാത്ത അഗ്നിയായി പശുരക്ഷാ ഗൂണ്ടാ സംഘങ്ങളെ പോലെ മതപരിവർത്തന വിരുദ്ധ സംഘങ്ങളെ സൃഷ്ടിച്ചെടുക്കാനുള്ള അജണ്ട അതിലുണ്ട്. ഗോവധ നിരോധന നിയമത്തെ എങ്ങനെയാണ് ഗോരക്ഷാ സംഘങ്ങൾ ആക്രമണത്തിനുള്ള മറയാക്കുന്നത് എന്നതുപോലെ തന്നെയാണ് മതപരിവർത്തന നിരോധന നിയമവും പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ വർഷം മാത്രം രാജ്യത്ത് ക്രിസ്ത്യാനികൾക്കെതിരെ 74 മതപരിവർത്തന കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ഹിന്ദു രാഷ്ട്രമെന്ന സങ്കല്പം ഉള്ളിൽ പേറുന്നവർക്ക് ന്യൂനപക്ഷങ്ങൾ എപ്പോഴും ഒരു തടസ്സമാണ്. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകളുമെല്ലാം ഈ രാജ്യത്തിൻ്റെ ശത്രുക്കളാണെന്നാണ് ഹിന്ദുത്വാചാര്യൻ MS ഗോൾവൽക്കർ അണികളെ പഠിപ്പിച്ചിരിക്കുന്നത്. വിചാരധാരയിൽ ഗോൾവൽക്കർ ക്രിസ്ത്യാനികളെ പ്രത്യേകമായി തന്നെ പരാമർശിക്കുന്നുണ്ട്. ഇവിടെയുള്ള ക്രിസ്ത്യാനികൾ മതപ്രചാരണ പ്രവർത്തനങ്ങളിൽ മുഴുകുകയും ക്രിസ്തുമതത്തിൻ്റെ വ്യാപനത്തിനായുള്ള അന്താരാഷ്ട്ര പ്രസ്ഥാനത്തിൻ്റെ ഏജന്റുമാരായി സ്വയം കണക്കാക്കുകയും ചെയ്യുന്നിടത്തോളം കാലം അവർ ജനിച്ച ഭൂമികയോട് കൂറുള്ളവരായിരിക്കില്ല എന്നാണ് ഗോൾവൽക്കർ പറയുന്നത്. അവരുടെ പൂർവികരുടെ പൈതൃകവും സംസ്കാരവും അംഗീകരിക്കാത്തിടത്തോളം കാലം അവർ ഇവിടെ ശത്രുക്കളായി തുടരും. ശത്രുക്കളായേ അവരെ പരിഗണിക്കാൻ കഴിയുമെന്നാണ്. ഈ വാചകങ്ങളിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട ജനക്കൂട്ടമാണ് ഇന്ന് ക്രൈസ്തവ വിശ്വാസികളെ രാജ്യത്തെമ്പാടും വേട്ടയാടുന്നത്. രാജ്യത്തെ ക്രിസ്ത്യാനികൾ അവരുടെ വിശ്വാസത്തിൻ്റെ പേരിൽ ആക്രമിക്കപ്പെടുന്നു എന്നത് ക്രിസ്ത്യാനികളുടെ മാത്രം പ്രശ്നമല്ല. നമ്മുടെ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കിനെതിരായ ആക്രമണമാണത്. ഭരണകൂട പ്രധാനികളുടെ മൗനാനുവാദത്തോടെ അരങ്ങേറുന്ന ഇത്തരം വേട്ടകൾക്കെതിരെ ഒരുമിച്ച് ശബ്ദിക്കാൻ നമുക്കെല്ലാവർക്കും ബാധ്യതയുണ്ട്. ഒപ്പം സ്വന്തം സമൂഹം നേരിടുന്ന അതിജീവന പ്രശ്നത്തെക്കുറിച്ച് ഉറക്കെ സംസാരിക്കാനും മതനിരപേക്ഷ ഇന്ത്യയെ ആകെ ഒപ്പം കൂട്ടാനുമുള്ള ബാധ്യതയിൽ നിന്ന് ക്രിസ്ത്യൻ മത നേതൃത്വവും മാറി നിൽക്കരുത്. ക്ഷണിക നേട്ടത്തിനായുള്ള ഈ ഒളിച്ചുകളികൾ സുസ്ഥിരമായ സമാധാനം കൊണ്ടുവരില്ല എന്ന് അവരോർക്കണം. ഈ രാജ്യം നമ്മുടെ രാജ്യമാണ്. സമാധാനത്തോടെയും സൗഹാർദ്ദത്തോടെയും ഒരുമിച്ച് ജീവിക്കാൻ നമുക്ക് ഇവിടെ ഒരക്രമയുടെയും ഔദാര്യം ആവശ്യമില്ല. നിലപാട് പൂർണ്ണമാകുന്നു. നന്ദി.